ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് ഇട്ട വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ ഇട്ടത് ഇലക്ഷന്റെ ഒരു സമയത്താണ്, ഇലക്ഷൻ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. 3:30 സമയത്ത്. ഞാൻ ശരിക്കും പറഞ്ഞാല് എനിക്ക് അതിന്റെ ഓർമ്മ ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും ആ 3:30-4 ആ ഒരു ടൈമിലുള്ള വീഡിയോ ഇടയില്ലേ. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് അങ്ങ് വെച്ചതാണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവും, ആരും കണ്ടിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ റീച്ച് ഇങ്ങനെ കുറഞ്ഞു ഇങ്ങനെ പോകും. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ നേരെ പോയി ഇങ്ങനെ കാണാം. എന്നിട്ട് കുറച്ച് മിനിറ്റ് അത്ര ഫുള്ളായിട്ട് കാണാൻ പറ്റും, ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് ലൈക്ക് അടിക്കുക, എന്ന് കമന്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അല്ലെങ്കിൽ യൂട്യൂബ് എന്തൊക്കെയാണ് ഗൈസ്, നമ്മുടെ യൂട്യൂബ് നമ്മളെ പറ്റിക്കണം. അത് നമ്മളിപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പേ ഉള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരികയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നമ്മുടെ യൂട്യൂബിന്. അപ്പൊ ഇന്നത്തെ വേഗം പോയിട്ട് കാണാട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ കുഞ്ഞൊരു ഡേ ഇൻ അവർ ലൈഫ് ഹാഫ് ഡേ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലെ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പുറത്ത് പോവാൻ നിൽക്കുമ്പോൾ അത് ഇന്റർവ്യൂ എടുക്കുന്നത്, ഫുഡ് കഴിക്കുന്നത് എടുത്തിട്ടുണ്ട് വീഡിയോസ്. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് ബിസി ആയിരിക്കും, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മർസിക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ട്, പിന്നെ വണ്ടി സർവീസ് കൊടുക്കാനുണ്ട്. പുറത്ത് പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നാളെ ഇൻഷാ അല്ലാഹ് ഉമ്മ മറ്റന്നാളെ ഉമ്മ വരുത്തായിട്ടാ. നമുക്ക് 1:30 മണിക്ക് എയർപോർട്ടിൽ 1 മണിയാകുമ്പോഴേക്കും അതെന്തായാലും നമ്മള് വ്ളോഗ് എടുക്കും. 29-ാം തീയതി എന്തായാലും ഇൻഷാ അല്ലാഹ് വ്ളോഗ് എടുക്കും. നെസുവിനെ കുറെ 2 മാസം കഴിഞ്ഞിട്ട് കാണുന്നല്ലേ നമ്മളെ. രാവിലെ വരെ ഫോൺ വിളിച്ചിട്ട് ഉമ്മാവ മുട്ടായി കൊണ്ടുവരണെന്ന് പറയുന്നത്. മുട്ടായി എന്റെ ഉപ്പാവ മുട്ടായി ചോക്ലേറ്റ് ഫോണിലോട്ട് കാണിച്ചിട്ട് ഇന്നാ നമ്മളെ മുട്ടായി എന്ന് പറയുമ്പോ ബേബിക്ക് കിട്ടൂലല്ലോ, ബേബിക്ക് എടുക്കാൻ, ബേബി ഇവിടെയുള്ള ബേബിക്ക് എടുക്കാൻ കഴിയില്ലല്ലോ പറഞ്ഞ്. ഇനി ഉമ്മാവ വരുമ്പോ കിട്ടും കേട്ടാ, കിട്ടും. ഓക്കെ, ക്യാമറ ഓണാക്കി കഴിഞ്ഞാ കോക്കോടെ പോലെ ഇത് കോക്കോ ക്യാമറ ഓണാക്കിയ പിന്നെ ഒന്നും അനങ്ങൂലോ. എന്തെല്ലോ സംസാരിക്കുന്നതായിട്ട് നമുക്ക് ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോയ്സ് ചെയ്യാനുണ്ടല്ലോ, അറിഞ്ഞും കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കും, ചിരിയിൽ അടക്കി പിടിച്ചിട്ടെല്ലാം നിക്ക. ഒന്നുമില്ല, അധികം ഇവിടെ സംസാരിക്കുന്നല്ലേ നമ്മള് ഇവിടെ കാണാണ്ട് തന്നെ എടുക്കലാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിൽക്കും, പിന്നെ മുണ്ടൂല. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓടി നമ്മളെ ക്യാമറ എടുത്തിട്ട് ഹായ് ഗായ്സ്, ഞാൻ എന്റെ ഫോൺ എടുത്തോണ്ട് പോയിട്ട് ഹായ് ഗായ്സ് ബാപ്പ ഇവിടുന്ന് പെട്ടി പൊളിക്കുന്നുണ്ട്. ഞാൻ മറ്റേ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് സമയത്ത് ബാപ്പ ഇവിടുന്ന് പെട്ടി പൊട്ടിക്കുന്നുണ്ട് ഗായ്സ്, ഇത് കാണും ഗായ്സ്, ഉമ്മ ഇവിടെ ഉണ്ട്. അവള് ചെയ്യുന്ന പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങ് എടുക്കും. അതിന്റെ വീഡിയോ എടുത്ത സിനിമ അല്ല, ഞാൻ എടുത്തതല്ല, ഓളഞ്ഞ എടുത്തതാ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞിട്ട്. യെസ് ബേബി, നമ്മൾ ഒന്നിച്ച് തന്നെ കേട്ടോ ഫുഡ് കഴിക്കാനിരിക്കില്ല. അപ്പൊ ആള് ടേബിളിന്റെ മേലിലൊക്കെ കയറുന്നതുകൊണ്ട് ഞാൻ എന്താക്കി ലവുലാപ്പിന്റെ ഒരു 4-in-1 ഹൈ ചെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വാങ്ങിയതിന് ശേഷം തന്നെ ഇതിൽ കയറി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ തന്നെ ആൾ ഇതിൽ വന്ന് കയറങ്ങി ഇരുന്നോളും. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ആളെ ബാക്കിൽ നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഇതിന് നല്ല ബാക്ക് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഹൈ ചെയർ വരുന്നത്. നമുക്ക് ഇത് 4 രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ സീറ്റ് കവർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീണ് പോകുന്നുള്ള ഒരു കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. പിന്നെ വരുന്നത് ഈ ഒരു ട്രേ ആണ് കേട്ടോ. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ട്രേക്ക് ഒരു കവറും കൂടി വരുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് ബേബിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ഫുഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാ ചെയറിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. ഈ ഒരു ബെൽറ്റ് ഇവിടുന്ന് അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു ബെൽറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടായിട്ട് സാധനങ്ങൾ നിന്നോളും, അനങ്ങൂല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഹോട്ടലിൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയറിൽ നമുക്ക് ഈ ഒരു ബെൽറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് കാല് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ 2 പൈപ്പാണ് വരുന്നത്. ഈ 2 പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഹൈ ചെയർ ആക്കേണ്ടത്. നമുക്ക് സാധാ ഒരു ബേബി ഇരിക്കുന്ന സാധാ ചെയറിന്റെ മാത്രം മതിയെങ്കിൽ ഒറ്റൊന്നും മതിയാകും കേട്ടോ. പിന്നെ നമുക്ക് താഴെ ഫിറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണിത്. ഇത് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. ഇനി നമുക്ക് വീല് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ 4 കാല് ഉരുക്കിയാൽ അതിന്റെ നേരെ ഇപ്പുറത്ത് തന്നെ ചെറിയൊരു ഹോൾ വരുന്നുണ്ട്. അപ്പൊ ഈ 4 വീലും അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും മൂവ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം.
അപ്പോൾ ഈ ഒരു വീല് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കും വേണമെങ്കിൽ മൂവ് ചെയ്തിട്ട് ആൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് നമ്മൾ നെസ് ബേബി ഇരുന്ന് കഴിഞ്ഞാൽ നെസ് ബേബിൻ്റെ കാലും കാര്യങ്ങളൊക്കെ നിലത്ത് മുട്ടും. അതുകൊണ്ട് നമ്മൾ ഹൈ ചെയർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെസ് ബേബിക്ക് ഇത് യൂസ് ചെയ്യൽ. ഈ ഒരു ചെയർ വാങ്ങിയതിന് ശേഷം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവളെന്നെ വന്ന് കയറി ഇരുന്നെങ്കിൽ ഫുഡ് കഴിച്ചോളൂ. അപ്പോൾ ഇത് 6 മാസം മുതൽ നമുക്കൊരു 3 വയസ്സ് വരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കറി അയച്ചു തരാൻ വേണ്ടി ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. കുപ്പായിടാണ്ട് നിൽക്കുന്ന നമ്മൾ എടുക്കുന്നില്ല. നമ്മ എപ്പോ ഫുഡ് കഴിക്കാനിരുന്നാലും ഓക്ക് ഇവിടുന്ന് നമ്മക്ക് കറിയോ ഇതെല്ലാം വിളമ്പി തരുന്നാൾ നമ്മളെ അല്ലേ കൈന് പാപ്പാനോട് കഴിക്കെന്ന് പറയും. ഓള് ഒരപ്പം തിന്ന് ഒരപ്പം വെള്ളത്തിൽ കളിച്ചിട്ടില്ലേ? വെള്ളത്തിൽ കളിച്ചിട്ടില്ലേ? അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയെല്ലാം ഉണ്ടല്ലോ തീർക്കാം. ഇന്ന് നമുക്ക് എന്താ നാളത്തെ ബ്രൈഡൽ വർക്കിന് കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് എന്താ നോക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി സർവീസിന് അന്നേ വിളിക്കുന്നുണ്ടല്ലേ സർവീസ് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് ഇല്ല ഇന്ന് എനിക്ക് എന്റെ പ്രോഡക്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് നാളത്തെ വർക്കിന്. ക്ലീനിങ്ങും കാര്യമെല്ലാം ഉണ്ട് പ്രോഡക്റ്റ് എല്ലാം. അപ്പൊ ഇനി നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. ഇത് കണ്ടോ നമ്മുടെ അലമാരന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഒരു മാസത്തെ അവസ്ഥ. കാരണം വെച്ചാൽ നമുക്ക് ഇതൊന്നും എന്താ പറയാ കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി സമയം കിട്ടിയല്ല. അപ്പൊ ഇതിലൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം നമ്മൾ കൊറേ വിചാരിക്കുന്നത്. എന്റെയാണ് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് ഒരു ഷർട്ട് എടുക്കും, പിന്നെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള മടി കൊണ്ട് അതിന്റെ മേലെങ്കിൽ ഇറക്കി വെക്കും. ഞാൻ ചെയ്യല് അല്ല നിന്റെയും ഏകദേശം അങ്ങനെ തന്നെ ഉള്ളതാ. ബസ്സിന്റെ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം ഇത് ഫുള്ളായിരിക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തെങ്കിലും ഒന്ന് എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ തായങ്ങ് വരും, അതേപോലെ തന്നെ ചുറ്റങ്ങ് വെക്കും. ഒതുക്കി വെക്കലുണ്ടായി. ഈ മാസം നമുക്ക് സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ നമ്മളെ നിലത്തുള്ള പരിപാടി നിലത്തുള്ള ക്ലീനിങ്ങും കാര്യമല്ലേ നമ്മളെ റോബോട്ട് അണ്ണൻ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല മർസിക്ക് അല്ലേ. ചെയ്തു അതുകൊണ്ട് മർസിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര പ്രശ്നമില്ല, രക്ഷപ്പെട്ടു തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അത് മാത്രല്ല ഇപ്പൊ നമ്മളെ ക്ലൈമറ്റും ഭയങ്കര ചൂടല്ലേ, ചൂടാണ്. അപ്പൊ അതുകൊണ്ട് ചൂടറിയാൻ തട്ടാൻ പറ്റുന്ന ഡോക്ടർ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞതല്ലേ. പിന്നെ അത് മാത്രല്ല നമ്മളെ ഗ്യാസിന്റെ ചൂടും നമ്മളെ മൊത്തത്തിലുള്ള ചൂടും കൂടി ആയിട്ട് മുഖത്ത് ചെറുങ്ങനെ വരുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നും ഇല്ല, എന്നാലും ഈ ഒരു സൈഡിൽ ഇങ്ങനെ പൊന്തിട്ടുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോ അത് ഫുള്ളായിട്ട് പോകും തോന്നുന്നു. കാരണം ബോഡി ഹീറ്റ് ആവുമ്പോ അത് പിന്നെ റിട്ടേൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്തെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇവക്ക് ഡ്രസ് വലിയ പ്രശ്നമില്ല. ആക്ക് മുടി കെട്ടാൻ ഭയങ്കര മടിയാണ്. എന്നുവെച്ചാലേ ആളെ കേളി ഹെയർ ആണ്. അപ്പൊ എന്തായാലും ജട പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പം ആ ഒരു ജട മാറ്റുന്ന വേദന കൊണ്ട് ആള് മുടി വരാനെങ്കിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഫോണൊന്നും കൊടുക്കുന്ന ആളൊന്നല്ല കേട്ടോ. പക്ഷെ എന്നാല് ഇതല്ലാണ്ട് വേറൊരു പിന്നെ നെസൂന് കൊറേ ആൾക്കാര് ഹെയർ സ്റ്റൈല് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഹെയർ സ്റ്റൈല് മർസി ഏതല്ലോ വീഡിയോയിലും കണ്ടിട്ട് മർസിന്റെ സ്വന്തമായിട്ടുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ചെയ്യുന്നതാണ്. പിന്നെ നമ്മള് മറ്റേ എന്താ പറയാ ഹെയർ കട്ടിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ എവിടെയും നമ്മളങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. പണ്ട് ചെറുപ്പത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ നമ്മള് സലൂണിലൊക്കെ പോയിട്ട് 2 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കൊളാക്കി വെച്ചില്ലേ. അവിടുന്ന് പെരുന്നാളിന്റെ സമയം അങ്ങനെ എന്തോ ആ തോന്നുന്നത്. നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നെസുവിന്റെ ഈ ഒരു സൈഡിലൊക്കെ കയറ്റി അങ്ങ് എടുത്തിട്ട് മേലാനിനെ അങ്ങനെ എടുക്കണ്ട ഭയങ്കര പരാതി ഉണ്ടായിരുന്നു. എല്ലാരും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ മുഖം തന്നെ ചെറുതായ പോലെ ഉണ്ടായിരുന്നു.
അപ്പൊ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മ അങ്ങനെ നസൂന് മുടിയൊന്നും അങ്ങനെ കട്ട് ചെയ്യില്ല. ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കല ചെയ്യലേ. ഇനിയിപ്പോ കുറച്ച് വലുതായിട്ടുണ്ട്, ഹെയർ വളർത്തേന്ന് കേട്ടാ. നമ്മൾ വളർത്തിട്ട് ബാക്കോട്ടേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികള് ലോങ് ഹെയർ ആക്കിട്ട്. പക്ഷെ എനിക്ക് ഷോർട്ട് ഹെയർ ആട്ടാ ഇഷ്ടം. അതുകൊണ്ട് എന്റെ എപ്പോ ഷോർട്ട് ഹെയർ ഉണ്ടാവും. എതിർക്കാട് വീട്ടിൽ പോയി ഉമ്മാമ കണ്ടാ പറയും മറിച്ച് നീ എന്തിനാ മുടി മുറിച്ചിരുന്ന് ചോദിക്കും എപ്പോ എന്റെ മുടി കണ്ടാല്. അപ്പൊ എനിക്ക് ഷോർട്ട് ഹെയർ ആ ഇഷ്ടം. പക്ഷെ നെതിർക്കാക്ക് ലോങ് ഹെയർ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ നെസുവിന്റെ ഇതിൽ ലെങ്ത് ഉണ്ടെങ്കിലും കാണൂല. എന്ന് വെച്ചാൽ ആളെ കേളിയാണ് വേവി ആയിട്ടുള്ള. അത് മൊത്തത്തിലല്ല താഴെ, അതായത് ഇവിടെ ഇങ്ങനെ ഓളെ സ്കാൽപ്പില് സ്ട്രെയിറ്റും അത് മാത്രല്ല കുറച്ചൊരു ബ്രൗണിഷ് കളർ, ബ്രൗൺ ഹെയർ ബ്രൗൺ ഹെയർ ആണ്. അപ്പൊ അങ്ങനത്തെ ഹെയർ ഏകദേശം ബ്രൗൺ ആണ്. അപ്പൊ ആ ഒരു ഇതാണ് നെജു ബേബിക്കും കിട്ടിയിട്ടുള്ളത്. ആയിട്ടില്ല കെട്ടുന്നത്ര. ഓരോ ഡ്രസ്സിന് ഞാൻ ഓരോ ഹെയർ സ്റ്റൈൽ ആട്ടാ ചെയ്യല. അതിന് മാച്ച് ആയിട്ടില്ല ഹെയർ സ്റ്റൈല്. ഇപ്പൊ ഇത് ട്രൗസർ ഇതായോണ്ട് നമ്മളെ എന്താ പറയാ ഇങ്ങനെ ഒരു ഞാൻ ലാസ്റ്റ് ചെയ്തിട്ട് ആകുമ്പോ കാണിച്ചല്ലേ സൈഡ്. ഇനിയിപ്പൊ ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടും. അപ്പൊ ഫസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം കേട്ടോ. ശരിക്കും 1000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസിന് കൊടുക്കേണ്ടത്. അതായിട്ട് കുറച്ച് ദിവസമായി. നമുക്ക് ഇതിന്റെ സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ സർവീസിന് കൊടുക്കേണ്ടത് വർഷീലെ ഇളയമേരെ വീടിന്റെ നേരെ ഇപ്പുറത്ത് തന്നെയാണ്. നമ്മളന്ന് വണ്ടി എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ. അപ്പൊ അവിടെയാണ് നമുക്ക് സർവീസിന് കൊടുക്കേണ്ടത്. അപ്പൊ അവിടത്തേക്ക് നമുക്ക് ഇപ്പൊ പോകണം അല്ലെ. അപ്പൊ ഇന്നേ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൂ. നാളെ ഇപ്പൊ മർസിക്ക് വർക്ക് ഉണ്ട്. മറ്റന്നാൾ ഇപ്പൊ മർസിന്റെ ഉമ്മ വരുന്നത് 29-ാം തീയതി. പിന്നെ അതിന് ശേഷം വർക്കും കാര്യങ്ങളും പിന്നെ എനിക്ക് പോകാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ തിരക്കായിട്ട് പോകും. പിന്നെ നമുക്ക് ലേറ്റ് ആകാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സർവീസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഗുണം കിട്ടും അല്ലേ. അപ്പൊ നമ്മള് നേരെ ഇപ്പൊ പോകുന്ന സമയത്ത് നമ്മള് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കേറാന്ന് വിചാരിക്കുന്നത്. പുറത്തുനിന്ന് ഇന്ത്യന്റെ സാധനം വാങ്ങണം അല്ലേ. മർസിന്റെ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അത് വാങ്ങിയിട്ട് അതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പൊ നമ്മൾ നെസിന്റെ ഹെയർ സ്റ്റൈൽ ഫിനിഷ് ആയി. അതങ്ങനെ സൂപ്പർ അല്ലേ. സൂപ്പർ അല്ലേ. പിന്നെ അത് മാത്രല്ല ആളെ തലയിൽ നമ്മൾ എത്ര ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കാണൂല കേട്ടാ. ഇഷ്ടപ്പെട്ടു നമുക്ക് 6 നമുക്കില്ലേ ഇൻഷാല്ലാ നെസ്ബേബിന്റെ ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരിക്കൽ കുറച്ചും കൂടെ ഹെയർ അല്ല കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യണം. ഞാൻ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇന്നല്ല നമുക്ക് ഇൻഷാല്ലാ കുറച്ചും കൂടി ഹെയർ വലുതാവട്ടെ. എന്നിട്ടാകുമ്പോ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ എന്റെ എക്സ്റ്റൻഷനും കാര്യം നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ. സാധാരണ നമ്മള് കണ്ണൂരിൽ നിന്നാട്ടാ വാങ്ങിക്കല്. കണ്ണൂരിൽ നിന്ന് നമ്മള് സംഭവം സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അടുത്ത് നോക്കി. പക്ഷെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് പയ്യന്നൂരും കൂടി ഒന്ന് നോക്കണം അല്ലേ നെതിർക്ക. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറി കേട്ടാ. എ സി കൊണ്ട് ഇതിന്റെ ഉള്ളില് ഹാളില് എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യുന്ന ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഇതിന്റെ ഉള്ളിൽ തന്നെ പൊള്ളുന്ന്. അങ്ങനെ കുറെ സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എ സി കിട്ടി കഴിച്ചു. എന്തായാലും പുറത്തുനിന്ന് എന്തായാലും ഫുഡ് കഴിക്കാൻ കഴിയില്ല. അത്രയും ചൂടായുള്ളത്. എന്തായാലും നമുക്ക് അകത്തുനിന്ന് തന്നെ കഴിക്കാം. എന്താ പറയുന്നത്? ദോശ കിടന്ന് കിട്ടി. നേരത്തെ ദോശ എന്ന് പറയണ്ടല്ലോ. കഴിക്കോ നമ്മളെ ഇലച്ചോറും കൂന്തൽ ഫ്രൈ ആ മർസി പറഞ്ഞു കേട്ടോ. ചോറില്ലാണ്ട് ഇല മാത്രം. ബിരിയാണി എനിക്കും നെസ്ബേബിക്കും ആണ് കേട്ടോ. കൂന്തൽ ഫ്രൈ ഇത് പാപ്പാക്ക് തരണേ മോള്. പാപ്പാക്ക് തരണേ കഴിച്ചിട്ട്. ഇത് ബിരിയാണി എന്റെ ചോറ് പിന്നെ വരുത്താം. ഇലയെന്ന് പറഞ്ഞ പ്ലേറ്റ് ഉണ്ടല്ലോ. ചോറ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കയറി നമ്മൾ നേരെ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് പോകണം. മർസീന്റെ സാധനം കിട്ടിയിട്ടില്ല. നമ്മൾ പയ്യന്നൂരേക്ക് പോകട്ടോ. പയ്യന്നൂർ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കണ്ണൂരേക്ക് ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരും. കഴിച്ച്
അല്ലേ നല്ല വെയിലാണ്. അപ്പൊ അങ്ങനെയാണ് സംഭവം ഉള്ളത്. അവിടെ അപ്പുറം പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ അവിടെ നല്ല വണ്ടി ഉണ്ടായിരുന്ന. ഇവിടെ കുറച്ചൊരു വെയിലത്താണ് വണ്ടി വെച്ചിട്ടുള്ളത്. നല്ല ചൂരുണ്ട്, പൊള്ളിന്ന് പറയുന്നത്. പൊള്ളി പോയി. എനിക്ക് ഇവിടെയാണ് കേട്ടോ വണ്ടി സർവീസിന് കൊടുക്കണ്ടത്. അപ്പൊ നെസ്ബേബിയും മർസിയും ഇതിലങ്ങ് നടന്നിട്ടാ ഈ റോഡ് നടന്നിട്ട് നേരെ ഇത്താത്താനടുത്ത് പോയിരിക്കട്ടെ. ഞാൻ വണ്ടി ഇവിടെ കൊടുത്തിട്ട് അങ്ങേക്ക് വരാം. അല്ലേ കൊണ്ടാക്കാനൊന്നുമില്ല. ഇവിടെ നേരെ ഇപ്പുറം തന്നെയല്ലേ, നേരെ ഇപ്പുറത്ത് തന്നെയല്ലേ. അവിടെ കൂട്ട് ആള് മേടിച്ചു പോയിന്നു. എല്ലാം അടച്ചേ. ഞാൻ വേഗം വരാം. അവിടെ കൊടുക്കാം. എന്നിട്ട് നേരെ തന്നെ ഇപ്പുറത്തേക്ക് വരാം. അവിടെ അന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ വീട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റോഡ് കയറിയ ഉടനെ ലെഫ്റ്റ് സൈഡിലുള്ള വീടാ വരുന്നത്. ഇന്ന് കൊടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ ഇതായി താത്താനടുത്ത് എത്തി. നദീർക്ക വണ്ടി സർവീസിന് വെച്ച് എത്ര മണി നമ്മളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേ? 5 മണിയാകുമ്പോ കിട്ടുമെന്ന് പറഞ്ഞു. 5 മണി 5:30 ടൈമിൽ. നമ്മളിപ്പം വെക്കുന്ന സമയത്ത് തന്നെ 3 മണിയായി. ഫസ്റ്റ് സർവീസ് ആയിട്ട് അതിന് വലിയ സമയമൊന്നും വേണ്ടി വരില്ല. അപ്പൊ 5 മണിയാകുമ്പോ തന്നെ ഇങ്ങനെ വിളിച്ചു വന്നിട്ട് വേണം നമുക്ക് പയ്യന്നൂര് പോയിട്ട്. ഇവിടെ ആ ഒരു എക്സ്റ്റൻഷനും കാര്യമൊന്നും കിട്ടിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഫ്ലവറൊക്കെ വാങ്ങാനുണ്ട്. കാരണം വെച്ചാൽ നാളെ രാവിലെ വർക്കിന് പോകുന്ന സമയത്ത് ഇന്ന ആ സമയത്ത് കിട്ടൂല. ആ ഒരു ഏരിയയില് കിട്ടാൻ സാധ്യതയില്ല. തളിപ്പറമ്പ് ഏരിയയില നമുക്ക് പോവാനില്ല. അപ്പൊ അവിടെ എവിടെയാ ഉണ്ടാവാനെന്ന് നമുക്ക് അറിയൂല. ആര് ബാനൂസാ ഇത് ഒരാളൊക്കെ ഉണ്ടാ. ഇവിടെ ടിൻസ് ഉണ്ട് നമ്മളെ. ഇവിടെ അനിയന്റെ മക്കള് 2 ടിൻസ് ആണ് കേട്ടോ. അപ്പൊ അവരെ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.